എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച യോഗത്തിൽ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി. ഇന്ന് ശരിക്കും പറയാം അങ്കിത് മേനോന്റെ ഡേ ആണ്. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചതിന് ആൻസർ പറയാം. എന്റെ സിനിമാ ജീവിതത്തിൽ ഒരു പുതിയ കാൽവെപ്പാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. എന്റെ അമ്മയുടെ പേരിൽ വിലാസിനി സിനിമാസ് എന്ന പേരിൽ ഒരു ചാനൽ വന്നു. ഞാനും മാജിക് ഫ്രെയിംസും ചേർന്നാണ് ED എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഡയറക്ടർ ആമറോട് ഇതിന്റെ കഥയും കഥാപാത്രത്തെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഒരുപാട് ചിരിച്ചുപോയി. ഇതുപോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മുടെ വീടിന്റെ അടുത്തും നമ്മുടെ പല വീടുകളിലും ഒക്കെ കാണാറുണ്ട്. എനിക്ക് അതിയായ ഇഷ്ടമായി. ഞാൻ ചിരിച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ ചോദിച്ചു അവിടെ ഇതിന്റെ ആരെങ്കിലും പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞില്ല. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോട്ടെ, ഓക്കെ ആയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ലിസ്റ്റൻ സീഫിനോടൊപ്പമുള്ള നമ്മുടെ സന്തോഷനെ കാണാനിടയായി. ഞാൻ പറഞ്ഞു ഞാൻ ഈ അടുത്ത സമയത്ത് കഥ കേട്ടു, നല്ല കഥയൊക്കെ വരുമ്പോൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പങ്കുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് കഥ കേൾക്കുമോ എന്ന് ചോദിച്ചു. ഞാനിവിടെ കേൾക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം കഥ കേട്ട ഉടനെ എന്നോട് പറയുകയാണ്, ഇത് നമുക്ക് ലിസ്റ്റൻ സീഫൻ സാറിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചാലോ? ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ ചെയ്തോളാം. ഇല്ല അങ്ങനെയാണെങ്കിൽ സാറുമായിട്ട് ചേർന്ന് 2 പേർക്കും കൂടെ ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ വിചാരിക്കാത്ത വേറെ ലെവലിൽ പുള്ളി എത്തിക്കുമെന്ന് പറഞ്ഞു. സത്യമായിട്ട് പറയാണ്, ഈ സിനിമയുടെ നമ്മുടെ ഷൂട്ടിംഗ് തീർന്ന ദിവസം സാറ്റർഡേ ആണ് ലിസ്റ്റിനെ ഞാൻ നേരിട്ട് കാണുന്നത്. പിന്നെ അതിനുശേഷം ഇന്നാണ് ഞാൻ കാണുന്നത്. ഒന്ന് ആലോചിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ ശരിയാണ്. ഇപ്പൊ ചേട്ടനോട് വിളിച്ച് ചോദിച്ചില്ലേ, ചേട്ടൻ അടുത്ത പടത്തിൽ പൈസ കൂടുതൽ ചോദിക്കില്ല, കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാനും കൂടെ ചേർന്നത്. അല്ലാതെ നമ്മളാരും ചോദിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ ഇനി വേണം എനിക്ക് ലിസ്റ്റിനെ ശരിക്കും ഒന്ന് കാണാൻ. ഇവിടെ പോയോ? കാര്യം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, മക്കളെ ഇതിന്റെ കണക്കുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അമ്മയോട് എനിക്ക് കള്ളത്തരം പറയാൻ പറ്റില്ല. അപ്പൊ സത്യസന്ധമായിട്ട് ഏൽപ്പിക്കുമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ശരിക്കും ഈ സിനിമയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ കലാകാരന്മാരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. പിന്നെ ഇതിൽ 6 പാട്ടുകളാണുള്ളത്. 4 ഫുൾ സിനിമയിലുണ്ട്. 6 ഉണ്ട്. അതിൽ 2 ബീറ്റ് സോങ് ആണ്. എന്തായാലും ആ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. 20-ാം തീയതിയാണ് സിനിമ റിലീസ്. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇനി 20-ാം തീയതിക്ക് ശേഷം സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ടവരെ കൂടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. പിന്നെ പറഞ്ഞ പോലെ ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഒരുപാടുള്ളത്. അവരുടെ ആ സന്തോഷം ഇരട്ടിയാണ്. ഞാനും സരാജയുടെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലുതാനാണ് നമ്മുടെ ഷൂട്ട് എടുത്ത് ഞങ്ങളോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് കുറച്ച് നാളായിട്ട് അറിയാം. സുരാജ് പറഞ്ഞിട്ട് അറിയാം. സിനിമ ഗംഭീരമായിട്ട് ബാക്കിയുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ ക്രിസ്മസിന് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് വലിയ വിജയിക്കാനൊക്കെ ആശംസിക്കുന്നു. ഇന്നത്തെ മ്യൂസിക് ഫംഗ്ഷൻ ആയിരിക്കും ഈ സിനിമയുടെ എല്ലാ പിന്തുണയ്ക്കും ആശംസകളും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരോടും എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് മാത്രമായിട്ട് താങ്ക് യു. ഈ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്ത് പോകുമ്പോൾ പല പല ഫാഷനാണ് കേട്ടോ അല്ലേ? എന്തെങ്കിലും പ്രത്യേക കാരണം? എല്ലാവർക്കും നമസ്കാരം. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ടീമെടുത്ത എഫേർട്ട് രക്ഷമാനിക്കട്ടെ. വിശുദ്ധ വലിയ വിജയമാകുന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യില്ലേ? എനിക്ക് മാത്രമാണ് തോന്നുന്നത്. വളരെ സന്തോഷവും. So, Vijay, it means a lot. Vijay's ഒരു presence. വേറെ എന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു? ഇല്ല. Okay. So, anyway,